അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മൾ 4 മണി പലഹാരമായിട്ടുള്ള അരിയുണ്ടയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നല്ല ചൂട് സുലൈമാനിയുടെ ഒപ്പം കഴിക്കാനൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അടക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് മട്ട അരി എടുത്തിട്ടുണ്ട്. അത് നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമുക്കൊരു പാനിലിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കണം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക, അല്ലെങ്കിൽ കരിഞ്ഞ് പോവുള്ളൂ. ഇതിൻ്റെ പരിവം എന്ന് വെച്ചാൽ അരിമണികൾ ഇങ്ങനെ പൊട്ടുന്ന, അതാണ് അതിൻ്റെ കറക്റ്റ് പരിവം. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നമ്മുടെ അരിമണികളൊക്കെ നല്ലോണം പൊട്ടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരിമണി ഒക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കാം. ഇനി അടുത്തത് അതേ സെയിം കപ്പിൽ ഞാൻ ഒരു കപ്പ് കാഷ്യൂ നട്ട് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇതൊക്കെ ചൂടാറിയതിന് ശേഷം നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ അതേ കാഷ്യൂ നട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി വറുത്ത് വെച്ച അരിയും കൂടി പൊടിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു പിടിയോളം തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം. ഇനി മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കരയാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൽ ഒരു അച്ച് ശർക്കര ഇട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഇനി നോക്കിയിട്ട് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. നമുക്കൊരു ബോളാക്കാൻ പറ്റുന്ന ആ ഒരു പരുവാക്കിയിട്ട് എടുക്കുക. അതുവരെ കുറച്ചായിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുക. കൂടാൻ പാടില്ല, കൂടിയാൽ ഭയങ്കര സ്റ്റിക്കി ആയിരിക്കും. അപ്പോൾ നമുക്കിത് ബോളാക്കി എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഞാൻ ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ. നമുക്ക് എളുപ്പത്തിൽ ചായക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പലഹാരം തന്നെയാണ്. കുറേ പേർക്ക് അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്തത് മാത്രം. ഇൻഷാ അല്ലാ ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. ബൈ.